ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളാണ്. നമ്മുടെ വീട് മുഴുവൻ സുഗന്ധം നിറയ്ക്കാനും അതുപോലെ വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജിയും നല്ലൊരു ഫ്രഷ് എയറും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകളാണ് കാണിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സാധാരണക്കാർക്ക് ഇതുപോലെ നമുക്ക് വീട് നല്ലൊരു പ്ലസൻറ്റ് ഹോമാക്കി എങ്ങനെ മാറ്റാമെന്ന് കണ്ടു നോക്കാം. ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് യാതൊരു ടെൻഷൻ്റെ ആവശ്യം വരില്ല. എങ്കിൽ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ കിച്ചണിലെയും ഡൈനിങ് ഹാളിലെയും റൂമിലെയും ഒക്കെ ജനലുകളൊക്കെ ഒന്ന് തുറന്ന് കർട്ടൻസ് ഒക്കെ മാറ്റിയിട്ട് ആ ഒരു സൂര്യപ്രകാശം നമ്മുടെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒന്ന് അനുവദിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു പ്ലസൻറ്റ് മൈൻഡ് കിട്ടും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ബാഡ് സ്മെൽ ഉണ്ടാവാറുള്ളത് നമ്മുടെ ഈ ഒരു കിച്ചൺ സിങ്കിൽ നിന്നാണ്. നമ്മളത് എത്ര ക്ലീൻ ആക്കിയാലും അതിൻ്റെ ആ ഒരു ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ആകണമെന്നില്ല. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോകാനും അതുപോലെ നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകാനും പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ നമ്മൾ കിച്ചൺ സിങ്കിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് വിനാഗിരിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബ്രഷോ അല്ലെങ്കിൽ പഴയൊരു സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കുക. ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കിച്ചൺ സിങ്ക് നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു സിങ്കിൽ നിന്ന് യാതൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തുമില്ല. ഡെയിലി നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി. അപ്പം നമുക്ക് കിച്ചണിലും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. ഇനി നമ്മുടെ അടുത്ത നല്ലൊരു ടിപ്പ് നോക്കാം. നമ്മുടെ കിച്ചണിൽ മുഴുവൻ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് ഉള്ളൊരു അടിപൊളി ടിപ്പാണ്. നമ്മുടെ കിച്ചണിൽ എന്തായാലും നമ്മൾ ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഒരു സ്മെല്ലൊക്കെ കാണും. നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ഒക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നിൽക്കും. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനൊക്കെയുള്ള നല്ലൊരു ടിപ്പാണ്. നമ്മളൊരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം സ്റ്റവിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി, അതും ചെറിയൊരു പീസായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തതും, ഒരു കഷ്ണം കറുവാപ്പട്ടയും 3-4 ഗ്രാമ്പും, പിന്നെ ഒരു ചെറിയ പീസ് ഇതുപോലത്തെ ഒരു കർപ്പൂരവും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. 1 കപ്പ് വെള്ളമല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തിളച്ചോളും. അപ്പോൾ അത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്നതിൻ്റെ എല്ലാം സ്മെല്ല് നമ്മുടെ കിച്ചൺ മുഴുവനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം നമുക്ക് ഈ ഒരു കിച്ചണിൽ തന്നെ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ കിച്ചണിലുള്ള എല്ലാ ബാഡ് സ്മെല്ലും മാറിക്കിട്ടും. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലും കിട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. ഇതെന്ന് പറയുന്നത് റോസിൻ്റെയൊക്കെ പെറ്റൽസ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് പല ഫ്രാഗ്രൻസിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ റോസിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിത് വാനില, ഓറഞ്ച്, ലെമണ് അങ്ങനെയൊക്കെ പല ഫ്രാഗ്രൻസിൽ നമുക്കിത് കിട്ടും. മിക്കവാറും ഷോപ്പിൽ ഇത് കിട്ടും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതൊന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 145 റുപ്പീസാണ്. നമുക്കിത് ഉപയോഗിക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലൊരു ബൗളിലാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡൈനിങ് ഹാളിലോ ബെഡ്റൂമിലോ നമ്മുടെ 4 വീലറിലോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ലൈറ്റായിട്ടുള്ള സ്മെല്ലുമാണ്. ഇനിയിപ്പം നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് നമുക്കിതുപോലെ കുറച്ച് കോട്ടണിൽ വാനില എസൻസ് നമ്മുടെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ ഒരല്പം നമ്മുടെ ഈ ഒരു കോട്ടണിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിനുള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് ഇത് നല്ലൊരു ടിപ്പാണ്. നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുമ്പം എന്തായാലും ഇത് അടച്ചു കിടക്കുമ്പം എന്തായാലും ഒരു ചെറിയ ബാഡ് സ്മെല്ല് വരും ഫ്രിഡ്ജിനുള്ളിൽ. അപ്പം നമുക്ക് ഫ്രിഡ്ജിനുള്ളിലും ഫ്രീസറിലും ഒക്കെ ഇതുപോലെ ഈ ഒരു വാനില എസൻസ് കോട്ടണിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീടിനുള്ളിൽ കിച്ചണിലും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും ഒക്കെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ഇതുപോലെ ചെറിയ ബോട്ടിൽസിലോ അല്ലെങ്കിൽ ഹാങ് ചെയ്തോ ഒക്കെ ഒന്ന് ഇടുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു പ്ലസൻറ്റ് ഫീലും നമുക്ക് വീടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും. ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ചന്ദനത്തിരി സാമ്പ്രാണിയില്ലേ അതൊക്കെ കത്തിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ടിപ്പാണ്. ഇതും നമുക്ക് വീടിനുള്ളിൽ നല്ലൊരു സ്മെല്ലും പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാനായിട്ട് ഉപകരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഈ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു ചാർക്കോളിൻ്റെ കട്ടയുണ്ട്, അതൊന്ന് കത്തിച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചന്ദനത്തിരി പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടാൽ നമുക്കത് ഇതുപോലെ നല്ലൊരു അതിൻ്റെ ആ ഒരു സ്മോക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ വീട് മുഴുവൻ. നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലും കിട്ടും.
ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഫാബ്രിക് കണ്ടീഷണറിലെ കംഫർട്ട് അത് ഏകദേശം ഒരു അര അടപ്പോളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ കർട്ടൻസിലും ബെഡിലും സെറ്റിയിലും ഒക്കെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഒരുപാടൊന്നും വേണ്ട, 1-2 സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സ്മെല്ലും പോസിറ്റീവ് ഫീലും കിട്ടും. ഇനി കിച്ചണിൽ നമുക്ക് ബാഡ് സ്മെല്ലൊക്കെ വരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു വേസ്റ്റ് ബിൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒന്നാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു കവറോ എന്തെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് വേണം നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട്. ഇങ്ങനെ ആകുമ്പം നമുക്ക് വേസ്റ്റ് എടുത്ത് കളയാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൽ യാതൊരു ബാഡ് സ്മെല്ലും വരികയുമില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു പ്ലസൻറ്റ് ഹോമാക്കി മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടൊക്കെ ഇരിക്കുക. ബൈ.